ഓങ്ങല്ലൂർ വാടാനം കുരിശി പൊയിലൂരിൽ വീട്ടുവളപ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ഇവരുടെ ബന്ധുവായ കൊണ്ടൂർക്കര സ്വദേശിയാണെന്ന സംശയത്തിൽ പോലീസ്. എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹമുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വാടാനം കുരിശി പൊയിലൂർ എസ് നിലയം ജയന്തിയുടെ വീടിന്റെ മുറ്റത്തോട് ചേർന്ന തെങ്ങിൻ ചുവട്ടിലാണ് ഇന്ന് രാവിലെ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടത്. ജയന്തി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. രാവിലെ കാഴ്ച കണ്ട ജയന്തി ഭയന്നുപോയി. തുടർന്ന് സമീപവാസികളെ അറിയിച്ചതിനെ തുടർന്ന് ഇവർ ഷൊർണൂർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയന്റെ വാർഡ് കൂടിയാണ് ഇത്. അദ്ദേഹവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്തും മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി. മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മുഖം ഉൾപ്പെടെ കരിഞ്ഞ നിലയിലാണ്. പ്രാഥമികമായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വീട്ടുടമ ജയന്തിയുടെ ബന്ധുവായ കൊണ്ടൂർക്കര സ്വദേശി ചന്ദ്രൻ എന്നയാളാണെന്ന സംശയത്തിലാണ് പോലീസ്. ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അന്വേഷണത്തിൽ ഇയാളെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ബന്ധുക്കൾ എത്തിയ മൃതദേഹം കണ്ടെങ്കിലും മുഖം തിരിച്ചറിയാനാവാത്തതിനാൽ ഇവർക്കും ആളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിന്റ് ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മണം പിടിച്ച പോലീസ് നായ വീടിന് ചുറ്റും നടന്ന് പുറത്തെ റോഡിലൂടെ വാടാനംകുറിശി ഭാഗത്തേക്ക് ഓടുകയായിരുന്നു. ഷൊർണൂർ ഡിവൈഎസ്പി സജു കെ എബ്രഹാം, സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി വിജയകുമാർ, CI വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി. മൃതദേഹത്തിന്റെ വലതുകാൽപാദം മുട്ടിന് താഴെ നിന്നും അറ്റനിലയിലാണ്. രാത്രി ഇയാൾ എങ്ങനെ എവിടെ എത്തി എന്നത് സംബന്ധിച്ചും എങ്ങനെ മരണപ്പെട്ടു എന്നത് സംബന്ധിച്ചുമെല്ലാം അന്വേഷണം നടത്തിവരികയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം കൃത്യമായി പറയാനാകൂ എന്ന് പോലീസ് പറഞ്ഞു. പോലീസ് സംശയിക്കുന്ന ആളാണെങ്കിൽ ഉദ്ദേശം 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളതാണ്. ബന്ധുക്കളുമായി അകന്നു കഴിയുകയായിരുന്ന ഇദ്ദേഹം ഏറെക്കാലമായി കേരളത്തിന് പുറത്തായിരുന്നു. ഒരാഴ്ച മുൻപാണ് നാട്ടിലെത്തിയതെന്നും പറയുന്നു. സമീപത്തെ CCTVകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നാട്ടുകാർക്കും സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരു വ്യക്തതയുമില്ല.